ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാഫ് മസിൽസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബഞ്ച് ഓഫ് വർക്കൗട്ട്സ് ആണ്. എങ്ങനെ നിങ്ങൾക്കൊരു സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആൻഡ് ബിഗ് കാഫ് മസിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ കാണിക്കുന്നത്. നിങ്ങളുടെ കാഫ് മസിൽ എന്ന് പറയുന്നത് വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ്. നിങ്ങളുടെ ലോവർ ബോഡിയിലേക്ക് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കാഫ് മസിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും പൊതുവെ ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ്. നിങ്ങളുടെ കാഫ് എന്ന് പറയുന്നത് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് യുവർ ഹാർട്ട് എന്നാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ പെരിഫറൽ ഹാർട്ട് എന്നാണ് കാഫിനെ പലപ്പോഴും അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇത് പാരൻസിനും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്കൂളിൽ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പല കുട്ടികളും ഈ തലകറങ്ങി വീഴുന്ന ഒരു സിംറ്റം ഉണ്ടാവും. അത് വരുന്നത് ബേസിക്കലി നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ബ്ലഡ് സപ്ലൈ കാലിലോട്ട് ഇറങ്ങുമ്പോഴാണ് ആ ഒരു സിംറ്റം ബേസിക്കലി വരാനായിട്ട് ചാൻസസ് വരുന്നത്. നിങ്ങൾ അസംബ്ലിയിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും ഒരു 10-15 പ്രാവശ്യമൊക്കെ വെറുതെ ഈ ഒരു കാഫ് റേസ് നിങ്ങൾ ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിംറ്റം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യും. ഇതൊരു ടിപ്പാണ്, മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു മസിൽ ഗ്രൂപ്പാണ്. നിങ്ങളുടെ പല ലോവർ ബോഡി ഇഞ്ചുറീസ്, നിങ്ങളുടെ നീ ഇഞ്ചുറി, നിങ്ങളുടെ ഹാംസ്ട്രിങ് ഇഞ്ചുറി, നിങ്ങളുടെ ആംഗിൾ ഇഞ്ചുറി, നിങ്ങളുടെ സ്പർഹീൽ എന്ന് പറയും, അതായത് നിങ്ങളുടെ ഉപ്പിൻ്റെ അടിയിലുള്ള വേദനയാണ് നമ്മൾ സ്പർഹീൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്പർഹീൽ പോലത്തെ ഇഷ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ കാഫ് മസിൽസ് വളരെ കണ്ടീഷൻഡായിട്ടും സ്ട്രോങ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഉചിതമാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാഫ് മസിൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡിങ് കാഫ് റേസ് ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ 2 കാലും ഒരുമിച്ച് റേസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ലെഗിലും ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് 2 കാലും ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ഇന്ന് നിങ്ങൾ ആകെ ഒരു മതലിൻ്റെ സപ്പോർട്ട് വേണം. ഇതിനുശേഷം നിങ്ങൾ മതലിലേക്ക് ലീൻ ചെയ്ത് നിൽക്കുക. ബോഡി വെയിറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യേണ്ട കാഫിൻ്റെ വർക്കൗട്ടാണ്. വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാഫിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കോൺസെൻട്രേഷനാണ്. കാഫ് എന്ന് പറയുന്നത് നിങ്ങൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ എപ്പോഴും ആക്റ്റീവ് ആവുന്ന മസിൽ ഗ്രൂപ്പാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ ആ മസിൽ ഗ്രൂപ്പ് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. പലരും ഒരുപാട് കാഫ് ചെയ്യും, പക്ഷേ ഡെവലപ്പ് ആവുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം അവർ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മതിലേക്ക് ലീൻ ചെയ്ത് നിന്നു. അതിനുശേഷം കാഫിനെ മാക്സിമം കോൺട്രാക്റ്റ് ചെയ്യുക. ടോപ്പിൽ കോൺട്രാക്റ്റ് ചെയ്യുക, ഡൗൺ. ടോപ്പിൽ കോൺട്രാക്റ്റ് ചെയ്യുക, ഡൗൺ. സ്ക്വീസ് 1 2 ഡൗൺ. സ്ക്വീസ് 1 2 ഡൗൺ. സ്ക്വീസ് 1 2 ഡൗൺ. ഇതൊരു 10 to 12 റെപ്പിറ്റേഷൻസ്, ഒരു 2 to 3 സെറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഈസിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നേരെ സിംഗിൾ ലെഗിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. കണ്ടോ, 1. ഇത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരിക്കും. നിങ്ങളുടെ ബോഡി വെയ്റ്റ് മാക്സിമം നിങ്ങളുടെ സിംഗിൾ ലെഗിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കണ്ടോ, 1 2. Squeeze 1 2 down. Squeeze 1 2 down. ഇതും പറഞ്ഞ പോലെ ഒരു 12 to 15 റെപ്പിറ്റേഷൻസ്, 2 to 3 സെറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ്. ചെയ്ത് നോക്കുക, ഇതിൻ്റെ എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡംബൽ അസിസ്റ്റഡ് ആയിട്ടുള്ള സീറ്റഡ് കാഫ് റേസ് ആണ്. ഇപ്പോൾ കാഫ് റേസ് മെഷീൻ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ആകെ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ഡംബലായിരിക്കും. ഡംബൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ കാഫ് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇരിക്കുക, ഡംബൽ നിങ്ങളുടെ ആ ഒരു നീൻ്റെ ടോപ്പ് പൊസിഷനിലേക്ക് വയ്ക്കുക. കണ്ടോ, നിങ്ങളുടെ ക്വാഡ്സിൻ്റെ എൻഡ് പൊസിഷനിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഫോർവേഡ് ലീൻ ചെയ്ത്, എന്തിന് ഫോർവേഡ് ലീൻ ചെയ്തെന്ന് വെച്ചാൽ ആ മാക്സിമം ടെൻഷൻ കാഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഫോർവേഡ് ലീൻ ചെയ്ത് ടോപ്പിൽ സ്ക്വീസ് ചെയ്യുക. 1 2 ഡൗൺ. 1 2 ഡൗൺ. 1 2 ഡൗൺ. ഇത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത്രയും എഫക്റ്റീവ് അല്ല ഈ വർക്കൗട്ട്. ഫോർവേഡ് ലീൻ ചെയ്യുക, ചെസ്റ്റ് അപ്പ് ചെയ്ത് ഉണ്ടോ, 1 2 ഡൗൺ. 1 2 ഡൗൺ. വളരെ സിമ്പിളായിട്ട് തോന്നുന്ന വർക്കൗട്ടാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ കാഫ് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 to 4 ഡേയ്സ് എങ്കിലും കാഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരു അത്ലറ്റ് ആവാം, നിങ്ങളൊരു സ്പോർട്സ് താരമാവാം, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കാഫ് മസിൽ സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലോവർ ബോഡിയിലെ ഇഞ്ചുറി പ്രിവെൻഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണിക്കുന്ന വർക്കൗട്ട് ഡംബൽസ് യൂസ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ നിന്നിട്ട് ടോയെ റേസ് ചെയ്ത് ടോ വാക്കിംഗ് ആണ്. കണ്ടോ, ഞാൻ ഈ കാണിച്ച 3 വർക്കൗട്ടും വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്.
ഒരുപാട് വേരിയേഷൻസിലൊന്നും പോകണ്ട. നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ഡംബിൽ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. വേണ്ട, വെറുതെ ബോഡി വെയ്റ്റിൽ നിന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കുക, അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ടോയിൽ നിൽക്കുക, ഒരു 20 to 30 സെക്കൻഡ്സ്, റെപ്പറ്റീഷൻ അല്ല, 1 2 3 അങ്ങനെ ഒരു 20 to 30 സെക്കൻഡ്സ് നിങ്ങൾ ചെയ്യാം. ഇതിൻ്റെ കാഫിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോഴായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കാഫ് മസിൽസ് ആക്റ്റീവാണ് എന്നുള്ളത്. മുട്ട എപ്പോഴും ചെറിയൊരു ബെൻഡ് കൊടുത്ത് നിൽക്കുക, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. മുട്ട് ലോക്ക്ഡ് അല്ല, മുട്ട് ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 3 വർക്കൗട്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ 100% ഗ്യാരണ്ടി പറയാം, നിങ്ങളും നല്ല കാഫുകൾക്ക് ഉടമകളായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ AFX എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ